സ്വന്തം
കൊച്ചു കുഞ്ഞൻ രാജാ ലക്ഷ്മിയെന്നും ഗൗരിയെന്നും രണ്ടു പേരും രാജാ ലക്ഷ്മിയെന്നും ഗൗരിയെന്നും രണ്ടു പേരും എന്റെ അവസ്ഥ നാട്ടുകാരെ ഞാനും എൻ്റെ കുറവനും കൂറവൻ കായമാ ഞാനും എൻ്റെ കുറവനും കൂറവൻ കായമാ മഞ്ഞം പീര പാനയങ്ങൾ വഞ്ചി
തിരിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. ശരിയപ്പാ, ആരാണ് നീ? ജാതിയില് അച്ഛാ ഞാനൊരു കുറവനല്ല അച്ഛാ. ഒരു കുറവനാണ്. കുറവനാണല്ലേ? അതെ അച്ഛാ. എന്താ ഇപ്പൊ നിന്റെ പേരെന്താണ്? അച്ഛാ ആ എന്റെ പേര് പറഞ്ഞാല് ആ. അച്ഛനും ഈ കൂടിയിരിക്കുന്ന നാട്ടുകാരെല്ലാരും കിടുകിടാന്ന് പറയും. ഇപ്പൊ തന്നെ പറയാം. എന്താണ് കുളിരോ? നിങ്ങളുടെയൊക്കെ പേര് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും. അത് നീ പേര് പറയും. അച്ഛാ ആ ആ കിടുകിടാന്ന് പറയണ പേര് ആ. നാണൂന്നാണ്. ഞാൻ പറഞ്ഞു. ഇതിനാണ് കുട്ടികളെ കളി കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് പറയാൻ. ഇതാണിപ്പോ നാണെന്നുള്ള പേര് കേട്ടാണ് കിടുകിടാ പറയണത്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് അറിയില്ല. എന്റെ നാട്ടിലെല്ലാരും പറയും പറയും. പിന്നെ നാട് എവിടെയാണ്? അങ്ങനെ അത്ര വലിയൊരു നാട് ഏതാണ്? അച്ഛാ ആ എന്റെ നാട് വന്നിട്ട് ആ. അന്നത്തേക്ക് തിരുവനന്തപുരം അല്ല അച്ഛാ. ഓ പത്മനാഭന്റെ മണ്ണെന്നാണ് വരെ വന്നത്. കുറ്റിവല്ല വേണ ഏ കുറ്റിവല്ല വേണം. ഇനിയിപ്പോ എന്റെ അടുത്ത് മറ്റേ പാടിച്ചു എന്തിനടെ നീ വന്നത് ചോദിക്കേണ്ടി വരുമോ? തിരുവനന്തപുരത്ത് നടത്തുന്നത് എന്താ പറയണത്? പണി എന്താണ് ഇതിന്? പണി എന്താണ്? അച്ഛാ ഉം. എന്റെ പണി വന്നിട്ട് ഉം. അച്ഛനും ഉം. ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ഉപകാരമുള്ളൊരു പണി. അതിനാണ് പണി പറയുക. എല്ലാവർക്കും ഉപകാരമുള്ള സാധനം നമ്മൾ ചെയ്യുമ്പോഴാണ് പണി എന്ന് പറയുക. അതിനാണ് കാശിന് കിട്ടുക. പണി എന്താണെന്ന് പറ. അച്ഛാ ആ എന്റെ തൊഴിൽ വന്നിട്ട് കിടക്ക ഷീറ്റ് ഉണ്ടാക്കണല്ല. ഗുഡ് നൈറ്റ് ആവുമ്പോഴേ അത് വൈകുന്നേരം പോയി ഗുഡ് നൈറ്റ് ആവുമ്പോ അതൊക്കെ പോകണമല്ലോ. വേണ്ടതാണ് ഇതൊക്കെ വേണം. എങ്ങനെ ഇവിടെ എത്തിയെന്നുള്ളത് അറിയില്ല. ഇതിപ്പോ അല്ല ഇപ്പൊ എന്താ സംഭവം എങ്ങനെയാണ്? മറ്റേ വരവിന്ദര സുന്ദര
എന്താ പൂരം എല്ലാം പറഞ്ഞതും ഗംഭീരമായി. ശരി, ഇവിടെ എന്താ വന്നതല്ല ഇവിടെ എത്തി. അച്ഛാ പൂരം കാണാൻ പോയപ്പോ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ടിട്ട് എന്റെ കുറച്ചേ കാണാൻ ബാലജിമാരെയൊക്കെ കണ്ടു എന്ന് പറയണുണ്ട്. ഗുരുവായൂർ പോയിട്ടുണ്ടാവുന്ന ഡൗട്ട്. ശരി, കുറച്ചേ കാണാനില്ല പോലെ. അതിപ്പോ നമ്മളെന്ത് ചെയ്യണം? കാണിച്ചു കൊടുക്കണം. അതന്നെയല്ലേ ഇപ്പൊ നമ്മുടെ പണി. കളി തുടങ്ങിയപ്പോ തൊട്ട് ആരെങ്കിലും കാണിച്ചു കൊടുക്കുക, അവന്റെ കൂടെ പറഞ്ഞു കൊടുക്കുക, അടുത്ത ആള് വരും, അടുത്ത ആളുടെ കൂടെ പറഞ്ഞു. അല്ല, പുറത്ത് മാത്രമേ എഴുതുന്ന. എനിക്ക് കുറച്ചുണ്ട്, എനിക്കൊരു അമ്മയുണ്ട്. അമ്മയുണ്ട്, അല്ല കുറച്ചേ മാത്രമേ കാണാനില്ല. അമ്മ വീട്ടിലുണ്ടാവും. ശരി, കുറച്ച് നോക്കട്ടെ, കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കുട്ടി വന്നിട്ടില്ല കേട്ടോ. കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതാണോ നോക്കാല്ലേ? ആണോ നോക്കാം. അതെ, കുറവൻ വന്നിട്ടുണ്ട്. എന്റെ കുറവനാണോന്ന് അറിയില്ല. ഉടനെ പോവരുത്. ടൈറ്റായി പിടിക്കും. ചിലപ്പോ എനിക്ക് ഓടാൻ തോന്നും. അതാണ്. മാത്രം വിളിച്ചിട്ട് അതന്നെ വിടണ്ടേ? വിടത്തില്ല. നോക്കിട്ടേ ഇതാണ് നോക്കി കുറച്ച്. അല്ല അച്ഛാ, ഈ അച്ഛനെന്താ 4 കാലം? അത് 4 കാലാണ് ഇയാള് വൈകുന്നേരം. അത് പുറത്തേക്ക് പോയപ്പോ പിന്നാലെ നിൽക്കല്ലേ കുട്ടി. ആ കുട്ടറെ 2 കാലം കുടിച്ചിട്ട് 4 കാലുണ്ടോ ചോദിച്ചതാണ്. തന്നെയാണല്ലേ? ഇഷ്ടം പോലെ ചോദിക്കാണ്ടല്ലേ? കാര്യങ്ങൾ ചോദിക്കുക. നേരാമണ്ണോ അല്ലാതെ ഇപ്പൊ ഡൈവേഴ്സ് ചെയ്യുള്ളൂ. ഇന്ന് പോകണ്ടോ? ഞാൻ കൊണ്ടുപോകും. എന്റെ പുറത്ത് ಕಾರಣಮೆಂದಾಗಿ ಪೂರ
കഷ്ടമുണ്ട് കേട്ടോ. ഈ കുട്ടിയൊക്കെ നോക്കിയിട്ട് നീ സത്യം ചെയ്യണം, മറ്റേ മുടി ഒഴിഞ്ഞു എന്നൊക്കെ ചോദിച്ചാലേ ശാപം കിട്ടും. ഇത്രയും നേരം ഒന്നും പറയണ കേട്ടില്ല. ഇപ്പൊ എന്ത് ശാപം കിട്ടാൻ? അല്ല, ഇത്രയും നേരം നീ എന്നെ പറഞ്ഞല്ലോ. ഇപ്പൊ അങ്ങനെ കൂടിയോ? നോക്കി മുക്കണ്ണനാകുന്ന തമ്പുരാന്റെ കണ്ണിൽ നിന്നും സംസാരമായി. മുക്കണ്ണനാകുന്ന തമ്പുരാന്റെ കണ്ണിൽ നിന്നും സംസാരമായി. മുക്കണ്ണനാകുന്ന തമ്പുരാന്റെ കണ്ണിൽ നിന്നും സംസാരമായി. ധിക്കാരമേറും കാലികളെ ധിക്കുന്നു കൊന്നു ഭക്തന്മാരെ ഒക്കെ തെളിഞ്ഞു. വിളങ്ങുന്ന ശ്രീഗുരും അമ്മേ കടാക്ഷിക്കണേ നിങ്ങൾ ചെല്ലും ശരണം നീയൊന്നു മക്കളേ. ശ്രീഗുരും അമ്മേ കടാക്ഷിക്കണേ ഞങ്ങൾ ചെല്ലും ശരണം നീയൊന്നു മക്കളേ. എന്നും ശരണം നീയൊന്നു മക്കളേ. എന്നും ശരണം നീയൊന്നു മക്കളേ. ആഴിയിലുള്ള വിഭക്തുക്കളെ പാടെ വിഭാവനം ചെയ്തതിനായി. ആഴിയിലുള്ള വിഭക്തുക്കളെ പാടെ വിഭാവനം ചെയ്തതിനായി. പാടി ക്ഷമിച്ചു ദോഷന്മാരെ പാടെ ഹനിച്ചു. ശിഷ്യന്മാരെ ചേർത്തും രക്ഷിച്ചു. ലഭിക്കുന്ന മന്നത്തം വേദാവതാരമെങ്കിൽ എന്നും പഠിയുക ഞങ്ങൾ. മന്നത്തം വേദാവതാരമെങ്കിൽ